ഹലോ ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വെറൈറ്റി ആയി ചോളത്തിൻ്റെ പുട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചോളത്തിൻ്റെ പുട്ട് കഴിക്കുന്നത് നാട്ടിൽ പോയിട്ടാണ്. ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് ചോളത്തിൻ്റെ പുട്ടുപൊടി. ഞാനത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു 2 പാക്കറ്റ് തിരിച്ച് ബാംഗ്ലൂരേക്ക് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ നമ്മൾ പുട്ടുപൊടി സാധാരണ നല്ലോണം വെള്ളം ഒഴിച്ച് നനയ്ക്കരുത്. കുറേശ്ശെയായി ഉപ്പിട്ട വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നനച്ച് കൊടുക്കാനേ പാടുള്ളൂ, കൂടുതലായി ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തേങ്ങയൊക്കെ ചിരകി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല നനവൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുക അതേപോലെ പുട്ടുണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഒറ്റയടിക്ക് 6 പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചോളത്തിൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. സാധാരണ ഇടുന്നതിനേക്കാളും കുറവ് ഉപ്പിട്ടാൽ മതി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആ ഒരു സമയത്ത് ഞങ്ങളെ സ്കൂളിൻ്റെ അടുത്ത് ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആൻറ്റി അംഗൻവാടി ടീച്ചറായിരുന്നു. അപ്പോൾ ആ ആൻറ്റി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നമ്മൾ ചോറ്റുപാത്രം കൊണ്ടുപോകില്ലേ, ചോറ് കൊണ്ടുപോകില്ലേ, അപ്പോൾ ആ ചോറ്റുപാത്രത്തൊക്കെ കഴുകിയിട്ട് വരുമ്പോൾ ആ ആൻറ്റി വിളിക്കും ഞങ്ങളെ സജ്ജിക. നമ്മൾ മുമ്പൊക്കെ ചോളത്തിൻ്റെ സജ്ജികയാണ് ഈ അംഗനവാടിയിലൊക്കെ ഉണ്ടാകുക. ഇപ്പോഴൊന്നല്ല കേട്ടോ, പണ്ട് 90s ആ ഒരു സമയത്ത് അംഗനവാടിയിലൊക്കെ ഇപ്പോഴത്തെ പോലെ പാലും മുട്ടയൊന്നുമില്ല. ഈ ഗോതമ്പിൻ്റെ സജ്ജികയാണ്. കടുകൊന്നും വറക്കില്ല, ജസ്റ്റ് സജ്ജികയാക്കി തേങ്ങയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ചോറ്റുപാത്രമൊക്കെ കഴുകി ഞങ്ങൾ ആൻറ്റിയുടെ അടുത്ത് പോവും. അപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിപ്പാത്രത്തിൽ കുറച്ച് തരും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തിയിട്ടായിരിക്കും അത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും നാവിലുണ്ട് ആ ഒരു ടേസ്റ്റ്. എനിക്ക് ഈ പുട്ട് കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റാണ് കേട്ടോ വന്നത്. പണ്ടെപ്പോഴോ കഴിച്ച ആ ഒരു ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ചോളത്തിനൊരു ചെറിയ മധുരവും അങ്ങനെയല്ലേ. പുട്ടാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുപൊടി അരിപ്പുട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നി. എനിക്കൊക്കെ ആ പഴയ കാലങ്ങളിലെ ആ ഓർമ്മകളിലേക്കൊന്ന് പോയ പോലെ തോന്നി. എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നാട്ടിലൊക്കെ ഷോപ്പിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മില്ലിലൊക്കെ അവർ പൊടിച്ചിട്ടൊക്കെ വെക്കും. ഈ പച്ചച്ചോളമൊക്കെ അരച്ചിട്ട്, നല്ല മൂത്ത ചോളമില്ല, അതൊക്കെ അരച്ച് ദോശയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചോളത്തിൻ്റെ ദോശയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ അതിൽ തേങ്ങയൊക്കെ ഇട്ട് ചട്ടിയിൽ ഇങ്ങനെ നല്ല കട്ടിയായി പരത്തി അടയുണ്ടാക്കും എന്നൊക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നവരെ തോട്ടത്തിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുമ്പം ഈ ചോളമൊക്കെ നട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. നല്ല ചോളത്തിൻ്റെ പുട്ടും ഇത് കാഷ്യൂ കറിയാണ് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ചോളപ്പുട്ടും കാഷ്യൂ കറിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്